ഷാനവാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിഗ് ബോസ് ഓഫ് സീസൺ 4 ഉണ്ടായിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും വിന്നേഴ്സ് ഒന്നുമല്ല. പക്ഷെ ഇവര് പുറത്തിറങ്ങിയ ശേഷം കോമൺ ആയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടിയ ഒരു സപ്പോർട്ട്, ഇവരൊരു ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ചില്ലറ എന്ന് പറഞ്ഞില്ലേ. ഷാനവാസ് ബിഗ് ബോസ് ഓഫ് സീസൺ 7 വിന്നർ ആവേണ്ട ആളായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾക്കിടക്കും വന്നതാണ്. പക്ഷെ ആ സമയത്തും എനിക്കറിയായിരുന്നു, കാര്യം അദ്ദേഹം ഒരു വിന്നർ മെറ്റീരിയൽ അല്ല, അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കാൻ വേണ്ടി കളിച്ചൊരു കളിയായിട്ട് ബിഗ് ബോസ് ഹൗസിലെ അദ്ദേഹത്തിന്റെ ഒരു ഗെയിമൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാര്യം അദ്ദേഹത്തിന് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ഫാൻ ബേസ് ആണെന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ഒരു സപ്പോർട്ട് ആണെന്നോ, അതായത് ഒരു കപ്പടിക്കാൻ വേണ്ടി അദ്ദേഹം വന്നതാണെന്നൊന്നും പേഴ്സണലി എനിക്ക് തോന്നിയില്ല. കാര്യം അദ്ദേഹം ഒരുപാട് റൂൾസ് ബ്രേക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗെയിംസ് ആണെങ്കിലും അങ്ങനെ, അതായത് അദ്ദേഹം നല്ല രീതിയിൽ ഒരു ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നോക്കിയിട്ടുള്ളത്. അല്ലാതെ ബിഗ് ബോസ് ഹൗസിന്റെ റൂൾസ് പ്രകാരം ഇത്തരത്തിലൊരു കപ്പടിക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഒരു കപ്പടിച്ച് അവരെ എമൗണ്ട് കൊണ്ട് ജീവിതം പടുത്തുയർത്തുക എന്നുള്ള രീതിയിലൊരു ടാർഗറ്റുമായിട്ട് വന്നൊരു ആളെന്ന് പറഞ്ഞില്ല ഷാനവാസ് എന്ന് തന്നെയാണ് എന്തായാലും മനസ്സിലാക്കുന്നത്. കാര്യം അദ്ദേഹത്തിന് വേണ്ട സിനിമയാണ്, അദ്ദേഹത്തിന് വേണ്ട നല്ല രീതിയിലൊരു പുറത്തൊരു സപ്പോർട്ടാണ്, ഫാൻസിനെയാണ് അദ്ദേഹത്തിന് വേണ്ടത്. അതേസമയം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും വേണ്ടത് തന്നെയായിരുന്നു, നല്ല രീതിയിലൊരു സപ്പോർട്ട്, നല്ല രീതിയിൽ ഫാൻ ബേസ് പുറത്തുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. അല്ലാതെ ഒരു എമൗണ്ട് കിട്ടിയ എമൗണ്ട് കൊണ്ട് വലിയ രീതിയിൽ ജീവിതങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടി വന്ന ആൾക്കാരായിരുന്നില്ല ഈ രണ്ടാൾക്കാർ. ഷാനവാസിന്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിന്റെ റൂൾസ് പലതവണ അദ്ദേഹം ബ്രേക്ക് ചെയ്തിരുന്നെങ്കിലും അദ്ദേഹം സെറ്റ് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ റൂൾസ് ഒന്നും അദ്ദേഹം ബ്രേക്ക് ചെയ്തായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. അതായത് ഈ ഒരു ഇമോഷണൽ കണക്ഷൻ പ്രേക്ഷകരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം തുടക്കം മുതലേ നല്ല രീതിയിൽ തന്നെ കിടഞ്ഞ് പരിശ്രമിച്ചിരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് അദ്ദേഹത്തിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല. ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു റീസൺ തന്നെ, കാര്യം നമ്മളെ കമന്റ് ബോക്സിൽ അടക്കം വരുന്ന കുറച്ച് കമന്റ്സ് ആണ് ഷാനവാസ് ആയിരുന്നു വിന്നർ ആവേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു കപ്പ് ഷാനവാസിനായിരുന്നു അർഹിച്ചിരുന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റ്സ് നമുക്ക് എന്തായാലും വരാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബേസിൽ മാത്രമാണ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ തയ്യാറാക്കി. കാര്യം ഷാനവാസ് ഒരു വിന്നർ മെറ്റീരിയൽ ആവാൻ വേണ്ടി ഷാനവാസിന്റെ സൈഡിൽ നിന്ന് പോലും ഷാനവാസ് അങ്ങനെ വേണ്ട രീതിയിൽ എഫേർട്ട് ഇട്ടിരുന്നു, അല്ലെങ്കിൽ ഷാനവാസിന്റെ ഒരു ടാർഗറ്റ് പോലും ആയിരുന്ന ഒരു കപ്പ് എന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് സംശയമാണ്. കാര്യം അദ്ദേഹത്തിന് വേണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വേണ്ട ഫാൻസിനെ ആയിരുന്നു, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. കാര്യം അദ്ദേഹത്തിന് സിനിമയിലേക്ക് കടക്കുക, അതിലൂടെ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിലൊരു ടാർഗറ്റുമായിട്ട് വന്ന ഒരാൾ മാത്രമാണ് ഷാനവാസ് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്.